മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. ശിവസേനയ്ക്ക് കൊടുത്തത് 8ന്റെ പണിയാണ്. ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെയെ കരുതി ഉപമുഖ്യമന്ത്രി സ്ഥാനവും ധനകാര്യവും അല്ലെങ്കിൽ ആഭ്യന്തരമോ തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഏക്നാഥ് ഷിൻഡെ. പക്ഷേ ഏക്നാഥ് ഷിൻഡെയ്ക്ക് മന്ത്രിസഭ വികസിപ്പിച്ചു, വകുപ്പുകൾ നിശ്ചയിച്ചപ്പോൾ അപ്രധാനമായ 3 വകുപ്പുകളാണ് കൊടുത്തത്. ഒന്ന് നഗരവികസനം, ഭവന നിർമ്മാണം, പൊതുമരാമത്ത്. കൈയിട്ടുവാരാൻ ഒരുപാടുണ്ടെങ്കിലും പക്ഷേ ഒരു ശക്തിയായ പോർട്ട്ഫോളിയോ അല്ല ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഏക്നാഥ് ഷിൻഡെയ്ക്ക്. അപ്പോൾ തന്നെ ശിവസേനക്കാർ മുദ്രാവാക്യം തുടങ്ങിയിട്ടുണ്ട്. മഹായുതിക്ക് വോട്ട് ചെയ്ത മഹാഭൂരിപക്ഷം വരുന്ന ശിവസേന ആളുകളെ അവരുടെ വികാരത്തെ കൊള്ളയടിക്കുന്ന തരത്തിലാണ്, വികാരത്തെ തകർക്കുന്ന തരത്തിലാണ് ബി.ജെ.പി. പെരുമാറിയതെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രിയായി 5-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇദ്ദേഹം ഇന്നുവരെ, അതായത് മന്ത്രിസഭാ വികസനം അല്ലെങ്കിൽ വകുപ്പ് വിഭജനം നടക്കുന്നത് വരെയും ഏക്നാഥ് ഷിൻഡെ ആഭ്യന്തര വകുപ്പിന് വേണ്ടിയും നഗരവികസന വകുപ്പിന് വേണ്ടിയും സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ശിവസേനയ്ക്ക് അവിടെ ഉള്ള സീറ്റുകൾ 57 സീറ്റുകളാണ്. 288 അംഗ നിയമസഭയിൽ 230 സീറ്റുകളിലാണ് മഹായുതി സഖ്യം ജയിച്ചു കയറിയത്. അതിൽ 132 ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ 57 ശിവസേനയും അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCPക്ക് 41 സീറ്റും ലഭിച്ചു. ഈ 3 പാർട്ടികളും ശക്തമായി തന്നെ പോരാട്ട രംഗത്തുണ്ടായിരുന്നു, പോരാടി. മറ്റേ മഹാസഖ്യം, മഹാവികാസ് സഖ്യം, ശിവസേന, ഉദ്ധവ് താക്കറെയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സഖ്യം വമ്പൻ പരാജയപ്പെടുകയും ചെയ്തു, വളരെ ചുരുങ്ങിയ സീറ്റുകളിൽ ഒതുങ്ങുകയും ചെയ്തു. അപ്പോൾ അതിന് ശിവസേന പറയുന്ന കാരണം ശിവസേന പ്രവർത്തകരുടെ ഒന്ന് പ്രവർത്തന മികവ്, അതുപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നാട്ടിൽ കൊണ്ടുവന്ന, സംസ്ഥാനത്ത് കൊണ്ടുവന്ന വികസനങ്ങൾ, അതൊക്കെ വിലയിരുത്തിയാണ് ഒരു തുടർഭരണം മഹായുതിക്ക് ലഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം അർഹിക്കുന്ന പരിഗണന, ഒരു ശക്തമായ വകുപ്പ്, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ലഭിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് തന്നെയാണ് ശിവസേനയുടെ വാദം. എന്നാൽ ആഭ്യന്തര വകുപ്പ് ഫട്നാവിസ് തന്നെ, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ കൈയടക്കി വെക്കുകയും അദ്ദേഹം തന്നെ ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെയ്ക്ക് അപ്രധാനപ്പെട്ട വകുപ്പുകൾ വിഭജിച്ച് നൽകുകയും ചെയ്തു. അതേ അവസരം വെറും 41 സീറ്റ് മാത്രമുള്ള NCP അജിത് പവാറിന് സുപ്രധാന വകുപ്പായ ധനകാര്യം ലഭിക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കുക, അജിത് പവാറിന് ധനകാര്യം കൊടുക്കുകയും ഏക്നാഥ് ഷിൻഡെയ്ക്ക് അപ്രധാന വകുപ്പുകൾ കൊടുക്കുകയും ചെയ്തപ്പോൾ തന്നെ അതൃപ്തി അവിടെ പുകഞ്ഞു തുടങ്ങി. മഹായുതിയിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. 42 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതിനകത്ത് മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രിമാർ 2 പേർ. ആ 3 പേരും 5-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റ് 39 പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. 33 പേർക്ക് ക്യാബിനറ്റ് റാങ്കും 9 പേർക്ക് മറ്റ് 6 പേർക്ക് സഹ മന്ത്രി സ്ഥാനവുമാണുള്ളത്. അതിൽ തന്നെ ബി.ജെ.പിയുടെയും NCPയുടെയും ഒക്കെ മുതിർന്ന നേതാക്കൾ, NCPയുടെ ഛഗൻ മുച്ച്ബാൽ, അതുപോലെ തന്നെ ദിലീപ് വത്സെ പാട്ടീൽ, അവർക്കൊന്നും മന്ത്രിസഭയിൽ ഇടം ലഭിച്ചിട്ടില്ല. ബി.ജെ.പിയുടെ സുധീർ മുൻഗന്തിവാർ എന്നിവരും തഴയപ്പെട്ടു. എന്നാൽ പങ്കജ് മുണ്ടെ, ഗണേഷ് നായിക് തുടങ്ങിയ ആളുകൾ മന്ത്രിസഭയിൽ മടങ്ങിയെത്തി. മുൻ മുഖ്യമന്ത്രി നാരായൺ റാണയുടെ മകൻ നിതേഷ് റാണയും മന്ത്രിയായി. അതുപോലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും മന്ത്രിസഭയിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും മുംബൈ അധ്യക്ഷനും മന്ത്രിസഭയിൽ ഇടം നേടുകയും ചെയ്തു. അപ്പോൾ ബി.ജെ.പിക്ക് മേൽക്കയുണ്ട്. ബി.ജെ.പിക്ക് അവിടെയുള്ള മന്ത്രിമാരുടെ എണ്ണം 20ആണ്. 20 മന്ത്രിമാരുണ്ട് ബി.ജെ.പിക്ക്. ശിവസേനയ്ക്ക് 12 മന്ത്രിമാർ, NCPക്ക് 10 മന്ത്രിമാരുമുണ്ട്. ആലോചിച്ച് നോക്കുക, അവിടെ മന്ത്രിസഭ വികസിപ്പിച്ചു, വകുപ്പുകൾ നിശ്ചയിച്ചു. അപ്പോൾ ശിവസേനയ്ക്ക് ബി.ജെ.പി. കൊടുത്തത് കടും വെട്ടാണെന്ന് ശിവസേന ഇപ്പോൾ തന്നെ പ്രചരിപ്പിച്ചു തുടങ്ങി. മഹായുതിയുടെ ആയുസ് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് വരും നാളുകളിൽ നമുക്ക് അറിയാൻ കഴിയും. ശിവസേന ഒരുപക്ഷെങ്കിൽ മടങ്ങി ഉദ്ധവ് താക്കറെക്കൊപ്പം പോകാനുള്ള സാധ്യതയും, കാരണം വലിയൊരു സ്ഥാനം ലഭിക്കണമെന്ന് പറഞ്ഞ് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഈ അവസരത്തിൽ.